ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക്. ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളായിരിക്കുന്നത്. വിശേഷാൽ ഈ സമയങ്ങൾ ഒരുപാട് പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് അറിവ് ലഭിക്കുന്നു. വീട്ടിൽ നല്ല വഴക്ക് നടക്കുന്നു. നല്ല വഴക്കെന്ന് പറയാനൊക്കില്ല, വീട്ടിൽ ഭയങ്കര വഴക്ക് നടക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നു പോകുകയാണ്, അഭിപ്രായ വ്യത്യാസത്തിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇത് മുഖാന്തരമായിട്ട്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകൽച്ച മുഖാന്തരമായിട്ട് തകർച്ചയിലേക്ക് പോകും. ഒരു വീട്ടിൽ ഐക്യതയില്ലെന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് സാമ്പത്തികമായിട്ട് തകർച്ചയിലേക്ക് പോകും. കുട്ടികൾ അവർ മത്സരികളായി തീരും, അനുസരണക്കേടിലേക്ക് പോകും. ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങും. മനസ്സമാധാനം കാണത്തില്ല, ഉറക്കം ശരിയാകത്തില്ല, വ്യാകുലതയിലും ആകുലതയിലും ജീവിക്കേണ്ടതായിട്ട് വരും. വഴക്കുകളിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക. ഭർത്താവിനും ഭാര്യയ്ക്കും സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കുവാൻ കഴിയും. ഒരു റിന്യൂവൽ ഉണ്ടായാൽ മതി. റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഇന്നലകളിലുണ്ടായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, ഇവ മുഖാന്തരമാണ് പലർക്കും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്. ഇന്ന് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ, അന്ന് അവൾ എന്നോട് അത് ചെയ്തു, അന്ന് അദ്ദേഹം എന്നോട് അത് ചെയ്തു, ഇതിനെ ചൊല്ലിയുള്ള ചിന്തകൾ ഇപ്പോഴും മനസ്സിനകത്ത് കിടക്കുകയാണ്. ഇന്ന് മുതൽ ഒരു മാറ്റത്തിന് തീരുമാനമെടുക്കണം. പഴയതൊന്നും നമുക്ക് മാറ്റുവാൻ കഴിയത്തില്ല. പഴയ കാര്യങ്ങളെ മറക്കുവാനും അതെല്ലാം ക്ഷമിക്കുവാനും അതെല്ലാം ചിന്തകളിൽ നിന്നും മായ്ച്ചു കളയുവാനും തീരുമാനമെടുത്തിട്ട് ഒരു പുതിയ തുടക്കം, ഇന്നു മുതൽ തമ്മിൽ ഒരുമയിൽ ജീവിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു റിന്യൂവൽ നടക്കും. ആ റിന്യൂവൽ നടന്നാൽ മതി. തീർച്ചയായിട്ടും ഭവനങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങും. പെട്ടെന്ന് മാറ്റങ്ങൾ കാണുവാൻ കഴിയും. സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ കാണുവാൻ കഴിയും. മനസ്സമാധാനം വർദ്ധിക്കുന്നു, ഉറക്കം ശരിയാകുന്നു, രോഗങ്ങൾ അപ്രത്യക്ഷമാകുന്നു, കുട്ടികൾ അനുസരിക്കുവാൻ തുടങ്ങുന്നു. വീട് മെല്ലെ സ്വർഗമായി തീരും. അനേകരുടെ വീടുകൾ നരകമായി തീരുകയാണ്. ഇന്ന് പ്രത്യേകിച്ചും ഭർത്താക്കന്മാരിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. ചില ഭർത്താക്കന്മാർ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ, കുടുംബത്തെ ശ്രദ്ധിക്കാതെ അവരുടെ ലോകത്തിൽ ജീവിക്കുന്നവരായിത്തീരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു സമയത്തായിരിക്കും കയറി വരുന്നത്. എവിടെ പോയെന്നോ എന്തു ചെയ്യുകയായിരുന്നെന്നോ ഇതൊന്നും പങ്കുവയ്ക്കുവാൻ ഭർത്താവ് തയ്യാറാകുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോയതിന് ശേഷം എവിടെയാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചത് ഭാര്യയ്ക്കറിയത്തില്ല. വൈകുന്നേരം വന്നതിന് ശേഷം രാത്രിയിൽ അത്താഴം കഴിച്ച് കിടന്നുറങ്ങുകയാണ്. വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, കുട്ടികൾ സ്കൂളിൽ പോയോ, അവരുടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധ പതിപ്പിക്കാതെ ഉത്തരവാദിത്വമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. ഇതിനിടയിൽ ചിലർ മദ്യപാനികളുമായി തീരുകയാണ്. കഴിഞ്ഞൊരു ദിവസം മദ്യപാനിയാകുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. മദ്യപാനം മുഖാന്തരമായിട്ട് ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗമായി.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇനി കുടിച്ചാൽ മരിച്ചു പോകും. എന്തായാലും പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം 2 മാസത്തോളം മദ്യപാനം, താൻ അതിനെ ഉപേക്ഷിച്ച് മദ്യപാനം കൂടാതെ ജീവിക്കുവാൻ എന്തായാലും ഒരു അത്ഭുതം സംഭവിച്ചു. എന്നാൽ പിന്നെയും കൂട്ടുകാർ വന്നിട്ട് തന്നെ പ്രേരിപ്പിച്ച് കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും കൂടി തുടങ്ങി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്നത്. കുടുംബജീവിതം ഈ നിലയിൽ തകർത്ത് കളയുവാൻ വേണ്ടി കുടുംബജീവിതത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ തിരിച്ചറിഞ്ഞ് ഭാര്യയും ഭർത്താവും ഒരു മനസ്സോടുകൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവമുഖത്തേക്ക് ശ്രദ്ധ തിരിക്കുവാനും തയ്യാറാകുന്നു എങ്കിൽ തകർച്ചയിൽ നിന്നും നാശത്തിൽ നിന്നും കുടുംബത്തെ ഉദ്ധരിക്കുവാൻ ദൈവം തയ്യാറാകുന്നു. മനസ്സിനകത്തൊരു വലിയ മാറ്റം സംഭവിക്കണം, ഒരു മാനസാന്തരം തന്നെ സംഭവിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ റിന്യൂവലിനെ കുറിച്ച് പറഞ്ഞല്ലോ. പഴയതെല്ലാം മറന്നതിന് ശേഷമായിട്ട് മനസ്സിൽ ഉള്ള പഴയ കാര്യങ്ങളെല്ലാം അതെല്ലാം എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് ഒരു പുതുക്കത്തിനു വേണ്ടി, മനസ്സിനൊരു മാറ്റത്തിനു വേണ്ടി തയ്യാറാകുകയാണെങ്കിൽ റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇരുവരും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ മാറുവാൻ പോകുന്നു. ദൈവം ഈ കുടുംബത്തെക്കുറിച്ച് എന്തുദ്ദേശിച്ചിരിക്കുന്നുവോ ആ ഉദ്ദേശങ്ങൾ വീട്ടിനകത്ത് നടപ്പിലാകുവാൻ പോകുന്നു. വഴക്കിൽ തുടരുകയാണെങ്കിൽ കരച്ചിലും കണ്ണുനീരും പദം പറച്ചിലും ഭാര്യയുടെ ഭാഗത്താണ്. ഭാര്യയുടെ ഭാഗത്ത് കരച്ചിലും പദം പറച്ചിലും ദുഃഖവും പ്രയാസവും, എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയല്ലോ, ഈ നിലയിൽ അവരിൽ നിന്നുയരുന്ന ആ നൊമ്പരങ്ങളുടെ പ്രകടനങ്ങൾ, കരച്ചിലായി നിലവിളിയായി, ഇതെല്ലാം വെറുതെ പോകുകയില്ല. എവിടെയെങ്കിലുമൊക്കെ പോയി ഇത് നിക്ഷേപിക്കപ്പെടുന്നുണ്ട്. ഇത് വെറുതെ പോകുകയില്ല. ഇത് അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്ന കാര്യങ്ങളാകുന്നു. ഈ തലമുറയിൽ അത് പ്രശ്നമുണ്ടാക്കും, വരാൻ പോകുന്ന തലമുറയിൽ അത് പ്രശ്നമുണ്ടാക്കും. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 13-ാമത്തെ വാക്യം, രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങൾ അതെന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ടു തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭഗ്നിയുമല്ലോ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മഭഗ്നിയുമല്ലോ. ഈ ഭാഗം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ഈ 2 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് തോന്നുവാൻ സാധ്യതയുണ്ട്. ഞാൻ അത് ഇംഗ്ലീഷിലൊന്ന് വായിക്കുന്നു, AMPCയിൽ നിന്ന്, ആംപ്ലിഫൈഡ് വേർഷനിൽ നിന്ന്. ആൻഡ് ദിസ് യു ഡു വിത്ത് ഡബിൾ ഗിൽറ്റ്, യു കവർ ദ ഓൾട്ടർ ഓഫ് ദ ലോർഡ് വിത്ത് ടിയേഴ്സ്. ആരുടെ കണ്ണുനീരിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്? യു കവർ ദി ഓൾട്ടർ ഓഫ് ദ ലോർഡ് വിത്ത് ടിയേഴ്സ് ഷെഡ് ബൈ യുവർ അൺഒഫൻഡിങ് വൈഫ്സ്. ഭാര്യമാരുടെ കണ്ണുനീർ. അവിടെ ഒന്നാമതായിട്ട് ചൊരിയപ്പെടുന്നത് ഭാര്യമാരുടെ കണ്ണുനീരാണ്. ഭാര്യമാരുടെ കണ്ണുനീർ എന്തുകൊണ്ട് ചൊരിയപ്പെടുന്നു? വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖാന്തരമായിട്ട്. ഭർത്താവിൽ നിന്ന് സ്നേഹം പ്രതീക്ഷിക്കുന്നു, സ്നേഹം ലഭിക്കുന്നില്ല. ഭർത്താവ് ഭാര്യയെ തിരസ്കരിക്കുന്നു, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു, വഴക്കുകളുണ്ടാകുന്നു, ഭാര്യ കരയാൻ തുടങ്ങുന്നു. The altar of the Lord, you cover the altar of the Lord with tears shed by your unoffending wives. നിനക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത ഭാര്യയ്ക്ക് വിരോധമായി ഭർത്താവേ, നീ അഴിച്ചുവിടുന്ന പീഡനങ്ങൾ അവളെ കരയിപ്പിക്കുന്നു.
നല്ലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാർ, എല്ലാ ഭാര്യമാരും അങ്ങനെ ആകണമെന്നില്ല, നല്ലതുണ്ടാകണം, ആ വീട് സ്വർഗം പോലെ ആകണം, ഭർത്താവിനെ സ്നേഹിക്കണം, ഭർത്താവിന് നന്മ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന അൺഒഫൻഡിങ് വൈഫ്സ്, അങ്ങനെയുള്ള നല്ല ഭാര്യമാർ മറ്റ് നിലയിൽ ഭർത്താവിന് ഒഫൻസുകൾ കൊണ്ടുവരാതിരിക്കുന്ന, ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാതിരിക്കുന്ന ഭാര്യയെ ഈ ഭർത്താവ് കാരണം കൂടാതെ പീഡിപ്പിക്കുന്നു. ആ പീഡനങ്ങൾ അവളിൽ വരുത്തുന്ന ദുഃഖത്തിൻ്റെ ഫലമായിട്ട് അവൾ കരയുന്നു. ആ കരച്ചിൽ എവിടെ എത്തുന്നു? ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ എത്തുന്നു, ദൈവസന്നിധിയിൽ എത്തുന്നു എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ നിയമഭാഷയിൽ ഇത് മനസ്സിലാക്കണം. ഭാര്യമാരുടെ കരച്ചിൽ, ഈ ഭാര്യമാരുടെ കരച്ചിൽ ഉയരുന്ന വീട്ടിൽ ഭർത്താവ് ദൈവത്തോട് പറയും, എൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമേ, എൻ്റെ സാമ്പത്തികം നന്നായിരിക്കണമേ, എൻ്റെ ആരോഗ്യം നന്നായിരിക്കണമേ, എൻ്റെ പിള്ളേരുടെ പഠിത്തം നന്നായിരിക്കണമേ എന്ന് ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിക്കില്ല. വീട്ടിൽ അടിയും വഴക്കും നടക്കുന്ന ഇടത്ത് ഭർത്താവ് ദൈവത്തോട് എൻ്റെ വീട് നന്നായിരിക്കണം, കടം മാറണം, സാമ്പത്തികം ലഭിക്കണമെന്ന് പ്രാർത്ഥന ഉയർത്തി കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുമോ? ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അതെല്ലാം പിശാച് തടസ്സം സൃഷ്ടിച്ച് ആ പ്രാർത്ഥനയെ മുടക്കിക്കളയും. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ ആ പ്രാർത്ഥന തടയപ്പെടുന്നു. അപ്പോൾ എന്തു ചെയ്യും? ഭർത്താവ് അദ്ദേഹവും കരയാൻ തുടങ്ങും. ഈ രണ്ടുപേരുടെ കരച്ചിലാണ്, ഈ രണ്ടുപേരുടെ കരച്ചിൽ. അതാണ് ഇനി നമുക്ക് മടങ്ങി വന്ന് മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദമുള്ളത് കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ അവൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടു. ആരുടെ കണ്ണുനീര്? ഒന്ന് ഭാര്യയുടെ കണ്ണുനീര്, രണ്ട് ആരുടെ കണ്ണുനീര്? പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വരുന്ന ഭർത്താവിൻ്റെ കണ്ണുനീര്. ബിസിനസ് തകരുന്നു, സാമ്പത്തികം തകരുന്നു, ജോലിയിൽ പ്രശ്നമുണ്ടാകുന്നു, മക്കളുടെ കാര്യം തടസ്സപ്പെടുന്നു, അത് കണ്ട് കരയുന്ന ഭർത്താവ്. രണ്ടുപേരുടെയും കണ്ണുനീരാണ്. കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് 14-ാം വാക്യത്തിൽ പറയുന്നു. എന്നാൽ നിങ്ങളത് എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. വിവാഹം യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ നടക്കുമ്പോൾ സംഭവിക്കുന്നത്, ഒരു പുരുഷനെയും സ്ത്രീയെയും തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്. അവർ രണ്ടും ആത്മാക്കളാകുന്നുവല്ലോ. ശരീരങ്ങൾ അവരുടെ വാസസ്ഥലങ്ങളാണ്. നമുക്ക് ശരീരം മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ എങ്കിലും അവർ ആത്മാക്കളാകുന്നു. ആ ആത്മാക്കളെ തമ്മിൽ യോജിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെ ഒരു കുടുംബം സ്ഥാപിതമായി തീരുമ്പോൾ അവരുടെ മധ്യേ വരുന്നവനാകുന്ന ദൈവം, അവരുടെ ബന്ധത്തിൻ്റെ മധ്യേ അവരെ യോജിപ്പിച്ച ദൈവം തന്നെ അവരുടെ മധ്യേ, അവരുടെ ബന്ധത്തിൻ്റെ, ഭാര്യ ഭർത്തൃബന്ധത്തിൻ്റെ മധ്യേ വരുന്നു. യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവിന് കാണാൻ കഴിയും. ആ ബന്ധത്തിൻ്റെ മധ്യത്തിൽ ആരുണ്ട്? മിഡിൽ പ്ലേസിൽ ആരുണ്ട്? ദൈവമുണ്ട്. അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ ധർമ്മപത്നിയുമല്ലോ. അവിടെ ഒരു ഉടമ്പടി ബന്ധത്തിലാകുന്നു ഈ ബന്ധം സ്ഥാപിതമായിരിക്കുന്നത്. ആ ബന്ധത്തിൻ്റെ മിഡിൽ പ്ലേസിൽ ദൈവമുണ്ട്. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം കാണുകയാണ്. ഇവിടെ അടിയും ഡിസഗ്രിമെൻറ്റുമാകുമ്പോൾ മിഡിൽ പ്ലേസിൽ നിന്ന് ദൈവം മാറേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള അസ്വസ്ഥതകളും അസമാധാനങ്ങളും ഉള്ള സ്ഥലത്ത് ദൈവത്തിന് തുടരുവാൻ കഴിയുകയില്ല, ദൈവ സാന്നിധ്യത്തിന് തുടരുവാൻ കഴിയുകയില്ല. ഇതാ ഈ മിഡിൽ പ്ലേസിലേക്ക് ഈ വഴക്കിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിശാച് വരികയാണ്. ആ കുടുംബത്തിൻ്റെ മിഡിൽ പ്ലേസിൽ പിശാചാകുന്നതോടുകൂടെ ആ കുടുംബം നരകമായി തീരുന്നു. ദൈവം നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം സ്വർഗമാകുന്നു. പിശാച് നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അത് നരകമാകുന്നു. നരകം പോലെയായിരിക്കുന്ന നിൻ്റെ ആ കുടുംബത്തെ സ്വർഗമാക്കുവാൻ ആർക്ക് മാത്രമേ കഴിയത്തുള്ളൂ? കർത്താവാകുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിച്ചാൽ അവിടുന്ന് അത്ഭുതം ചെയ്യും. നിങ്ങളുടെ നരകതുല്യമാകുന്ന ആ കുടുംബജീവിതത്തെ രൂപാന്തരപ്പെടുത്തി മാറ്റങ്ങൾ കൊണ്ടുവന്ന് സ്വർഗതുല്യമാക്കുവാൻ അവിടുന്ന് വിശ്വസ്തനാകുന്നു. നരകതുല്യമാകുന്ന കുടുംബാന്തരീക്ഷമാകുന്നു എങ്കിൽ
അത് സ്വർഗതുല്യമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു ആഗ്രഹം പ്രത്യേകിച്ച് ഭർത്താക്കന്മാർക്കുണ്ടാകട്ടെ. ഇന്ന് ഞാൻ ഭർത്താക്കന്മാരിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. അവരെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാൻ പോകുന്നത്. ഭർത്താക്കന്മാരുടെ കയ്യിലാകുന്നു ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയമിരിക്കുന്നത്. ഒരു കുടുംബം തകർന്നു, പൊളിഞ്ഞു, തരിപ്പണമായി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നാം കാരണക്കാരൻ ഭർത്താവ് തന്നെ എന്ന് സംശയരഹിതമായി പറയുവാൻ കഴിയും. കാരണം അദ്ദേഹം ലീഡറാണല്ലോ. അദ്ദേഹം തലയല്ലേ. തലയാകുമ്പോൾ ലീഡറാകുന്നു. ലീഡറിന് വന്ന പിശക് മൂലമാണ് ആ കുടുംബം തകരുന്നത്. ഒന്നാം കാരണക്കാരൻ ഭർത്താവാകുന്നു. ഭർത്താവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. കുടുംബം സ്വർഗമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഭർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ? ഭാര്യ ആഗ്രഹിക്കുന്നുണ്ടോ? ഭർത്താവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായിട്ട് ഭർത്താവ് സ്നേഹിക്കുവാൻ തയ്യാറാകണം. സ്നേഹിക്കുവാൻ തയ്യാറാകുമ്പോൾ ഈ വാക്യങ്ങൾ ഭർത്താവ് ശ്രദ്ധിച്ച് പഠിക്കണം. 1 കൊരിന്ത്യർ 13 അതിൻ്റെ 4 വാക്യം മുതൽ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. നോക്കുക, ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സഹിക്കുന്നു, പൊറുക്കുന്നു, വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹത്തിൻ്റെ ഗുണമേന്മകളൊക്കെ വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ പ്രഥമമായിട്ട് ഭർത്താക്കന്മാർ സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഈ സ്നേഹത്തെ നമുക്ക് ദൈവത്തിൻ്റേതുപോലെയുള്ള സ്നേഹം എന്ന് വിളിക്കുവാൻ കഴിയും. ഗാഡ് കൈൻഡ് ഓഫ് ലവ് എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റേതുപോലെയുള്ള സ്നേഹം. ഇത് പഠിക്കണം. ഇതെല്ലാം ഞാൻ മാത്രം ചെയ്താൽ മതിയോ, ഭാര്യ ചെയ്യേണ്ടേ എന്നൊക്കെ ചോദിക്കാൻ വരട്ടെ. ആദ്യം നമ്മൾ തന്നെ അതങ്ങ് ചെയ്യേ. ഭർത്താക്കന്മാർ തന്നെ അതങ്ങ് ചെയ്യേ. ദീർഘമായിട്ട് ക്ഷമിക്കുന്ന സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക. ദയ കാണിക്കുന്ന സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക. നിഗളിക്കാത്ത സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക. അയോഗ്യമായി നടക്കാത്ത സ്നേഹം അങ്ങ് പ്രകടിപ്പിക്കുക. അനീതിയിൽ സന്തോഷിക്കാത്ത സ്നേഹം, എല്ലാം പൊറുക്കുന്ന സ്നേഹം, എല്ലാം വിശ്വസിക്കുന്ന സ്നേഹം, എല്ലാം പ്രത്യാശിക്കുന്ന സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹം. എന്നിട്ട് 8 വാക്യത്തിൽ പറയുന്നു, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. ഒരിക്കലും ഉതിർന്നു പോകാത്ത, ഇല്ലാതായി പോകാത്ത, അപ്രത്യക്ഷമാകാത്ത സ്നേഹം പുറപ്പെടുവിക്കണം. 20-ാം വയസ്സിൽ കല്യാണം കഴിച്ചു എങ്കിൽ 30-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. 50-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. 60-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. 80-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭർത്താവ് ശ്രദ്ധിക്കുക, 80-ാം വയസ്സിൽ സ്നേഹം ഉതിർന്നു പോകരുത്. ഒരിക്കലേ ഒരു ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ രാവിലെ ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഒരു അപ്പച്ചൻ വന്നു. 80-82 വയസ്സുള്ളൊരു അപ്പച്ചൻ വന്നു. അപ്പച്ചൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായതിൻ്റെ സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. ആ മുറിവെല്ലാം ഉണ്ടെങ്കിൽ സ്റ്റിച്ചസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. കാഷ്വാലിറ്റിയിലുള്ള ഡോക്ടർ സ്റ്റിച്ചസ് എടുക്കുവാൻ വേണ്ടി തുടങ്ങുന്ന സന്ദർഭത്തിൽ ആ ഡോക്ടർ പറഞ്ഞു, അപ്പച്ച ഒന്ന് വെയിറ്റ് ചെയ്യുമോ, ഒരു 9-9:30 ആകുമ്പോഴേക്കും സീനിയർ ഡോക്ടർ വരും, സീനിയർ ഡോക്ടർ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ പറഞ്ഞു, ഇല്ല, എനിക്ക് വേഗത്തിൽ പോകണം, എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ആ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ അത്ഭുതപ്പെട്ടു. ഇത്ര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ ഈ അപ്പച്ചനെന്ന്. അപ്പച്ചനോട് പറഞ്ഞു, ഭാര്യ എല്ലാം തയ്യാറാക്കി വയ്ക്കുമല്ലോ, അപ്പച്ചൻ അങ്ങ് ചെന്നാൽ മതിയല്ലോ, ഒരു 8-9 മണിയാകുമ്പോഴത്തേക്കും അങ്ങ് ചെല്ലാമല്ലോ. ഇല്ലില്ല, ഞാൻ ചെന്നിട്ട് വേണം മോനെ, ഞാൻ ചെന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അവൾക്കുണ്ടാക്കാൻ കഴിയത്തില്ല. അപ്പോൾ ആ ഡോക്ടർ അത്ഭുതപ്പെട്ടു. അപ്പച്ചൻ ചെന്നിട്ട് വേണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ? അതെ, അവൾക്ക് ഡിമിനീഷ്യയാണ്, ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു. അവൾക്ക് എന്നെപ്പോലും അറിയത്തില്ല, ഞാൻ ഭർത്താവാണെന്ന് പോലും അറിയത്തില്ല. അത് കേട്ടപ്പോൾ ഡോക്ടർ മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അപ്പച്ചനിപ്പോൾ പോകേണ്ട കാര്യമേ ഇല്ല. അമ്മച്ചിക്ക് അപ്പച്ചനെ അറിയത്തുപോലും ഇല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലും അമ്മച്ചിക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ പോകണ്ട, സീനിയർ ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി.
അതിന് മറുപടിയായിട്ട് ആ പിതാവ് പറഞ്ഞു, ഡോക്ടർ, അവൾക്ക് എന്നെ അറിയില്ലെങ്കിൽ പോലും എനിക്ക് അറിയാം അവൾ എൻ്റെ ഭാര്യയാകുന്നു. ആ പിതാവിൻ്റെ മറുപടി ശ്രദ്ധേയമല്ലേ? 80കളിൽ എത്തിയിരിക്കുന്ന ആ പിതാവിൻ്റെ സ്നേഹം ഇപ്പോഴും സജീവമല്ലേ? സ്നേഹം മുതിർന്നു പോയോ? നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. അതേ നിലവാരത്തിൽ സ്നേഹം പുറപ്പെടുവിക്കുവാൻ കഴിയണം. ഭർത്താക്കന്മാർക്ക് സ്നേഹം പുറപ്പെടുവിക്കുവാൻ, ഈ നിലവാരത്തിൽ സ്നേഹം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നെങ്കിൽ കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. മറ്റൊരു കാര്യം, എഫേസ്യ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ വാക്യങ്ങൾ ഒക്കെ വളരെ പരിചിതമാകുന്ന വാക്യമാണല്ലോ. അവിടെ 29-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആരും തൻ്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ, ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നറിഷ് ആൻഡ് ചെറിഷ് എന്നാണ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. നറിഷ് ആൻഡ് ചെറിഷ്, പരിപോഷണം, പരിലാളിക്കുക. നറിഷ് എന്ന് പറയുമ്പോൾ പരിപോഷണം, അവളെ പോറ്റി, പരിപോഷണം, അതിനകത്തൊരു പരിപോഷണമുണ്ട്. പോറ്റുന്ന ഒരു നിലവാരത്തിലേക്ക് ഭർത്താവ് ഉയരുകയാണ്. പോറ്റുന്ന നിലവാരത്തിലേക്ക് ഉയരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഭാര്യയെ ബലപ്പെടുത്തുന്നത്, ഭാര്യയുടെ കഴിവുകളെ വളർത്തുവാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നത്, ഭാര്യയെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്, ഭാര്യയെ നമ്മൾ ശക്തീകരിക്കുന്നത്, എംപവർ ചെയ്യുന്നത്. അവളുടെ കഴിവുകൾ കണ്ടെത്തിയതിന് ശേഷം ആ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് അതിൽ വളരുവാൻ വേണ്ടി ഭാര്യയെ സഹായിക്കുകയാണ്. പോറ്റി, നറിഷ്, പരിപോഷണം. ആ നിലയിൽ ഭർത്താവ് സമീപിക്കുമ്പോൾ തന്നെ പോറ്റി പുലർത്തുകയത്രേ. പുലർത്തുക എന്ന് പറയുമ്പോൾ ചെറിഷ് ചെയ്യുക. പുലർത്തുക എന്നത്, അല്ലെങ്കിൽ അതിന് മറ്റൊരു വിശദീകരണം പറയുകയാണെങ്കിൽ, അർത്ഥം പറയുകയാണെങ്കിൽ, പരിലാളിക്കുക. നിന്റെ ഭാര്യയെ വിലപിടിപ്പുള്ള ഒരു ദാനമായി, വിലപിടിപ്പുള്ള ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു ദാനമായിട്ട് നീ കാണുകയും ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ ട്രഷർ, ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു നിധിയായിട്ട് നീ കാണുകയും ചെയ്യുക. അങ്ങനെയൊക്കെ കാണാൻ ഇപ്പം കഴിയത്തില്ല, വർഷങ്ങൾ കഴിഞ്ഞില്ലേ. അതിപരിചയത്വം മുഖാന്തരമായിട്ട് ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു വിലയുമില്ല, അവളെ ഒന്നിനും കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അവളൊരു പൊട്ടിയാണ്, ഒരു കഴിവുമില്ലാത്തവളാണ് എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന് ഭർത്താവെ, താങ്കൾ തന്നെ കാരണക്കാരനാകുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ട ദൗത്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ആ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. എപ്പോഴെങ്കിലും ആ തിരിച്ചറിവ് സ്വീകരിച്ചതിന് ശേഷം മാറ്റങ്ങൾക്ക് വിധേയപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ പരിലാളിക്കുവാൻ കഴിയും. നിങ്ങൾ പരിലാളിക്കുവാൻ തുടങ്ങുമ്പോൾ, ചെറിഷ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, വിലപിടിപ്പുള്ള ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു ദാനമായിട്ട് ഭാര്യയെ കാണുവാൻ തുടങ്ങുന്നു, ഭാര്യയോട് സമീപിക്കുവാൻ തുടങ്ങുന്നു. ദൈവത്തിൽ നിന്ന് ലഭിച്ചൊരു സ്പെഷ്യൽ ട്രഷറായിട്ട്, വിലപിടിപ്പുള്ള ഒരു നിധിയായിട്ട് ഭാര്യയെ നിങ്ങൾ കാണുവാൻ തുടങ്ങുന്നതോടുകൂടെ കാര്യങ്ങൾ മാറുന്നു. അത്ഭുതകരം. ഈ ഭാര്യയ്ക്ക് പരിലാളനം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും ആവശ്യമാണ്. ഒന്നാമതായിട്ട്, ഭാര്യയുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോഴാണ് അവൾ ചെറീഷ്ഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്ങിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് അവൾക്ക് വരുവാൻ കഴിയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് വിശദീകരിക്കുവാൻ സമയമില്ല, മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ വിശദീകരിക്കാം. സോ, പരിലാളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഭാര്യയുമായിട്ട് ആശയവിനിമയം നടത്തുക. നിങ്ങൾ ഭാര്യയോട് വിശ്വസ്തതയുള്ള വ്യക്തിയായി തീരുക. നിങ്ങൾ ഭാര്യയുടെ ഭാരം കുറയ്ക്കുന്ന വ്യക്തിയായി തീരുക. നിങ്ങൾ ആത്മീക മേഖലയിൽ ഒരു നല്ല ഉദാഹരണം, ഒരു നല്ല എക്സാമ്പിളായിട്ട് മാറുക, നല്ലൊരു മാതൃകയായിട്ട് മാറുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭാര്യയെ ചെറിഷ് ചെയ്യുവാൻ തുടങ്ങും. മൂന്നാമതായിട്ട്, നോ യുവർ വൈഫ്. നിൻ്റെ ഭാര്യയെ നീ അറിയുക. പലർക്കും അവരുടെ ഭാര്യയെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഒരു പാസ്റ്റർ എന്നോട് പറയുമായിരുന്നു, താൻ തൻ്റെ ഭാര്യയുമായിട്ട് ഒരുമിച്ച് ഒരു വിദേശ രാജ്യത്തായിരുന്ന സന്ദർഭത്തിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഭർത്താവ് ഓർഡർ കൊടുക്കുവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് ഇന്ന ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ഭർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ തന്നെ പറയുന്ന അങ്ങ് നീ കഴിച്ചാൽ മതി. പിന്നീട് അദ്ദേഹത്തിനൊരു തിരിച്ചറിവുണ്ടായിട്ട് പെട്ടെന്ന് ഓക്കെ, നിൻ്റെ ഇഷ്ടപ്രകാരമുള്ളത് ഓർഡർ ചെയ്ത് കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ ഇഷ്ടപ്രകാരമുള്ള ഭക്ഷണം അവൾ ഓർഡർ ചെയ്ത് അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭർത്താവ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ വളരെ രുചികരമായിട്ടോ ആ സ്ത്രീ അത് കഴിക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ ഭാര്യ അത് കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ തനിക്ക് കുറ്റബോധം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കിയില്ലല്ലോ. ഞാൻ കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെയാണ് എൻ്റെ ഭാര്യയും കഴിക്കേണ്ടത്. എൻ്റെ ഇഷ്ടം തന്നെയായിരിക്കണം അവളുടെ ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൾക്ക് ചില ഇഷ്ടങ്ങളുണ്ടല്ലോ. നിൻ്റെ ഭാര്യയുടെ ഇഷ്ടങ്ങൾ നീ മനസ്സിലാക്കുക, എന്താണ് അവളെ സന്തോഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക, അവളുടെ കഴിവുകളെ മനസ്സിലാക്കുക, അവളുടെ ബലഹീനതകളെ മനസ്സിലാക്കുക, അവളുടെ വൈകാരികമാകുന്ന വ്യത്യാസങ്ങളെ, ഏത് സമയത്താണ് അവൾ വൈകാരികമായിട്ട് ചില ഉയർച്ച താഴ്ചകളിൽ പോകുന്നത് എന്ന് മനസ്സിലാക്കുക, അവളുടെ പ്രിഫറൻസുകളെ നിങ്ങൾ മനസ്സിലാക്കുക, അവളുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കുക, അവൾ ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. സ്വന്തം ഭാര്യയെ അറിയുക. ഭർത്താക്കന്മാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്വന്തം ഭാര്യയെ അറിയുക, അടുത്തിരുന്ന് മനസ്സിലാക്കുക. ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ ഭാര്യയെ നീ മനസ്സിലാക്കുമ്പോഴാണ് നിനക്ക് അറിയുവാൻ കഴിയുന്നത് വളരെ വലിയ കഴിവുകളുള്ള ഒരു സ്ത്രീയാണ് മാന്യ വനിത. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യമാണ് ഭാര്യമാരെ ബഹുമാനിക്കുക, ഓണർ ചെയ്യുക, ബഹുമാനിക്കുക. ഭാര്യമാരെ നീ ഓണർ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, റെസ്പെക്റ്റ് ചെയ്യുവാൻ തുടങ്ങുമ്പോൾ, ഭാര്യമാരെ നീ സെലിബ്രേറ്റ് ചെയ്യുക, അവളുടെ വിജയങ്ങളിൽ നീ സെലിബ്രേറ്റ് ചെയ്യുക. അവൾ വഹിക്കുന്ന ദൈവകൃപയെക്കുറിച്ചുള്ള വെളിപ്പാട് നീ സ്വീകരിക്കുക. പല ഭർത്താക്കന്മാരും പൊതുസ്ഥലങ്ങളിൽ വെച്ച് തന്നെ ഭാര്യയെ വാക്കുകൾ കൊണ്ട് അപമാനിക്കാറുണ്ട്. അത് നിർത്തുക. കത്തി കൊണ്ട് കുത്തുന്നത് പോലെയാണത്. ഒരിക്കലും ചെയ്യരുത്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് തന്നെ നിൻ്റെ ഭാര്യയെ നീ ബഹുമാനിക്കുവാൻ തുടങ്ങുക. മാത്രമല്ല, സ്വകാര്യമായിട്ട് നീ ഭാര്യയെ ബഹുമാനിക്കുവാൻ തുടങ്ങുക. അവിടെയും തരുന്നില്ല, ഭാര്യയുടെ അസാന്നിധ്യത്തിൽ നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഭാര്യയെ ബഹുമാനിക്കുവാൻ തുടങ്ങുക. ആ നിലയിൽ ഭാര്യയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, സ്നേഹിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, പോറ്റി പുലർത്തുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഭാര്യയെ തിരിച്ചറിയുവാൻ തയ്യാറാകുന്നു എങ്കിൽ, ഇന്നു മുതൽ ഒരു മാറ്റം സംഭവിക്കുവാൻ പോകുന്നു. ഒരു വലിയ അത്ഭുതം വീടിനകത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ വ്യാപരിക്കുന്ന നരകത്തിൻ്റെ സാന്നിധ്യം അപ്രത്യക്ഷമായിട്ട് സ്വർഗത്തിൻ്റെ സാന്നിധ്യം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. വീടിനെ പണിതെടുക്കുവാൻ വേണ്ടിയുള്ള ആ വലിയ ദൗത്യത്തിൽ ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി നടപ്പിലാക്കുക. വിജയികളായി തീരുക. നിങ്ങളുടെ കുടുംബം ഭൂമിയിലെ സ്വർഗമായി തീരുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, ഈ നല്ല സന്ദർഭത്തിൽ ഈ ശബ്ദം കേട്ട് ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുവാൻ മനസ്സ് കാണിച്ച എല്ലാ കുടുംബാംഗങ്ങളെയും, ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് ഇത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആ കുടുംബങ്ങളെ തകർക്കുവാൻ വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന സകല പൈശാചിക ശക്തികളോട് ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ആ വീട് വിട്ട് പുറത്തു പോകാം. ആ വീട് ദൈവത്തിൻ്റെ സ്വർഗമായി തീരട്ടെ. ആ വീട് ഭൂമിയിലെ സ്വർഗമായി തീരട്ടെ. അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം. ഭാര്യയുടെ മുറിവുകൾ സൗഖ്യമാകട്ടെ. ഭർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തുള്ള സംഘർഷങ്ങൾ സൗഖ്യമാകട്ടെ. അത്ഭുത യോജിപ്പ് വീടിനകത്ത് വെളിപ്പെടട്ടെ. ആ വീട്ടിൽ കർത്താവിൻ്റെ സാന്നിധ്യം വന്നു നിറയട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. സാമ്പത്തിക കടബാധ്യതയിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവർ വിടുതൽ പ്രാപിക്കട്ടെ. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah. Glory to Jesus.
ഈ എപ്പിസോഡ് വളരെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മനസ്സ് കാണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.